السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സമാദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സർഗവസന്തം പൂത്തുലയുന്ന ഈ കലാവേദിയിൽ വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിൻ്റെ വഴികാട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഈ വിനീതൻ ഏറെ സന്തുഷ്ടനാണ്. അതിനെന്നെ തുണച്ച ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീൻ വഹൽ. ബഹുമാന്യരെ, രാപ്പകൽ കൊള്ളയടിച്ചും കള്ളുകുടിച്ചും കൂത്താടിയും നടന്നിരുന്ന ഒരാൾ ഒരു ദിവസം രാത്രിയുടെ കൂരാകൂരിട്ടിൽ വ്യഭിചരിക്കാൻ വേണ്ടി തൻ്റെ കാമുകിയുടെ സമീപത്തേക്ക് പ്രവേശിക്കാൻ തുനിയവേ പെട്ടെന്നൊരു മനോഹരമായ സംഗീതം അദ്ദേഹത്തിൻ്റെ ശ്രവണപുടങ്ങളിലേക്ക് അലയടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് ഹൃദയങ്ങൾ ഭയപ്പെടുവാൻ വിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലയോ എന്ന അർത്ഥഗർഭമായ ഖുർആനിക സൂക്തം ഹൃദയാന്തരങ്ങളിൽ ആയിന്നിറങ്ങിയ ആ യുവാവ് പ്രഖ്യാപിച്ചു. യാ റബ്ബ് ഫഖദ് ആൻ. നാദാ, നിന്നിലേക്ക് മടങ്ങി വരാൻ എനിക്ക് നേരമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേർവഴിയിലേക്ക് കടന്നു വന്ന ആ യുവാവിനെയാണ് പിൽക്കാലത്ത് ലോകം വിളിച്ചത് ഔലിയാക്കന്മാരുടെ സുൽത്താൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്നതിന്റെ വിഷയം ഏറെ പ്രസക്തി ആർജിക്കുന്നത്. ബഹുമാന്യരെ, ധാർമ്മികതക്കും സ്ത്രീത്വത്തിനും പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഒരു ഇരുണ്ട ജനതയെ അന്ധവിശ്വാസത്തിൽ നിന്നും സത്യവിശ്വാസത്തിലേക്കും അനാചാരത്തിന്റെ തടവറയിൽ നിന്നും സദാചാരത്തിന്റെ മലർവാടിയിലേക്കും വഴികാട്ടിയ ദിവ്യഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 3Ws made the Arab life perfect. Wine, war, woman. കള്ളുകുടിയും പെണ്ണുപിടിയും അടിപിടിയും കൊണ്ട് ദൃഷ്ടരായ ഒരു കാട്ടാള സമൂഹത്തെ ഹ്രസ്വകാലം കൊണ്ട് സംസ്കരിച്ചെടുത്തെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന് മാത്രം അവകാശപ്പെട്ടതാണ്. കേവലം വിശുദ്ധ ഖുർആൻ പാരത്രിക മോക്ഷത്തിനുള്ള മരുന്ന് മാത്രമാണെന്ന് ആക്ഷേപം ആരോപിക്കുന്നവരുണ്ട്. എന്നാൽ അറിയുക, വിശുദ്ധ ഖുർആൻ അന്ധമായ ഭൗതികവാദങ്ങൾക്കും ആത്മീയവാദങ്ങൾക്കും അപ്പുറം ഇഹലോക വിജയത്തെയും പാരത്രിക മോക്ഷത്തെയും പരസ്പരം ബന്ധിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നാടിനെ മേക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നുകളോട് നൂറ്റാണ്ടുകൾക്കും അരുതെന്ന് പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ഖുർആനിയല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് ഹുദൽ ലിന്നാസ്. കേവലം വിശ്വാസികൾക്കോ വേദകർക്കോ മാത്രമുള്ള ഗ്രന്ഥമല്ല, മറിച്ച് സർവ്വജാതി മതവിഭാഗങ്ങൾക്കും വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. ബഹുമാന്യരെ, ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകരും ഒരു കാട്ടാള സമൂഹവും ചേർന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല. അപരിഷ്കൃതരും പരുക്കൻ പ്രകൃതക്കാരുമായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ഈ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തറി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാതൃഗ്രന്ഥമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ മാനുഷികതയാണ് അഭിസംബോധനം ചെയ്യുന്നത്. കാലദേശ വർഗ ഭാഷ വിഭജനങ്ങൾക്ക് അതീതമായി മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞിപ്പെണ്ണായാൽ അപമാന ഭാര നിമിത്തം കുയിച്ചു മൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാലം. അയൽവാസിയോട്ടൊക്കെ തന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന യുദ്ധക്കൊതിയന്മാരായ ജനത, താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുയിമാടത്തിന് മുകളിൽ കുഴിച്ചിരുന്ന മുന്തിരി വള്ളിയുടെ വേരുകൾ നുരമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥി പഞ്ചരങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞു ജനത. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലവലേശം നന്മകളില്ലാതിരുന്ന ജനത ജീവിതത്തിൽ കള്ളുകുടിയും പെണ്ണുപിടിയും അടിപിടിയും മാത്രം ലക്ഷ്യം വെക്കുകയും അതിനുവേണ്ടി എന്തനീതിയും എന്തക്രമവും എന്തസഭ്യവും എന്തശ്ലീലവും വിളിച്ചു പറയുവാൻ തൃപ്തരായ ജനതയെ ഹ്രസ്വകാലം കൊണ്ട് വിശുദ്ധ ഖുർആൻ അസ്ഹാബി കന്നുജൂം നക്ഷത്രത്തുല്യരാക്കി സംസ്കരിച്ച് ഉദ്ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷരാക്കി മാറ്റിയത്.
ബഹുദൈവത്വവും തച്ചന്യമായ അനാചാരങ്ങളും കീഴടക്കിയ കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം, എണ്ണമറ്റ വിഗ്രഹങ്ങളും അവയെ ചുറ്റിപ്പറ്റിയുള്ള അനാചാരങ്ങളെ നിഷ്കാസനം ചെയ്യുന്നതിന് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വിശ്വപ്രഖ്യാപനം നടത്തി യുക്തിവാദത്തെയും നിരീശ്വരവാദത്തെയും മുഖത്തടിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും സാധിക്കുന്നുണ്ട്. ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തി ശുചീകരണത്തിനും ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഇന്ന് ഈ ലോക ജനതയ്ക്ക് ഏറെ മാതൃകയാണ്. അവസാനമായി ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്നുണ്ട്. കാന ഖുൽഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പൂർണ്ണമായും ഖുർആനെ പോലെ തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരെ സ്വച്ഛ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കാനാണ് വിശുദ്ധ ഖുർആൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഖുർആൻ അതായിരിക്കണം നമ്മുടെ മാനിഫെസ്റ്റോ. നമ്മൾ അതിന്റെ വാഹകരാകണം. നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.